ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതും പുറത്തുനിന്ന് ഒരാൾ കുക്ക് ചെയ്യുന്നതും കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അല്ലോ ഷെഫ്, ഇതങ്ങനെ പുറത്തുനിന്ന് ഒരാളല്ല, ഞങ്ങളുടെ ഇളാപ്പയാണ്. അതെന്റെ പ്രശ്നമല്ല. സമീർ സാർ വിളിച്ചോണ്ട് മാത്രമാണ് ഞാൻ വന്നത്. പിന്നെ ഇത് തൽക്കാലം ഞാൻ വിട്ടിരിക്കുന്നു. അത് മതി. വരുന്നില്ലേ? ഒന്ന് ഡിലീറ്റ്. എന്താണ് അയാളാ മൂടും മോറും കണ്ട് നമ്മളെ മറ്റേ ഡിഷിന്റെ പരിപാടി നടക്കുന്നൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് ആവില്ല. നമ്മൾ പോയി സംസാരിച്ച സംഭവം നടക്കും. നിങ്ങൾ ഇങ്ങോട്ട് വരിയും വേണ്ട സംസാരിക്കും ഞാൻ. ആ അവരിറങ്ങിയിട്ട് ഒരു 10-20 മിനിറ്റ് ആയി. അത് ശരി. ഇത് അവരോട് എത്തി. ഫ്രീ ആണ്. ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാരും ഇവിടെ തിരക്കിലാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പറഞ്ഞോളി. ഇങ്ങനല്ല, നേരിട്ട് സംസാരിക്കണം എന്നാ പറഞ്ഞത്. നാളെ നമ്മള് നേരിട്ട് കാണുമല്ലോ. ആ അത് കാണും. പക്ഷെ അതൊരു പരിചയമില്ലാത്ത ആൾക്കാരെ പോലെ ആവൂലേ? രസമൊക്കെയാണ്. പക്ഷെ പെട്ടെന്നുണ്ടായ കല്യാണം ആയോണ്ടേ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ അതുപോലെയൊക്കെ അറിയില്ല. സത്യമായിട്ടും അതൊക്കെ ഒന്ന് ഓപ്പണായി സംസാരിച്ച ഒരു സമാധാനം കിട്ടും. അതാ. നാളെയാണ് നമ്മുടെ കല്യാണം. അതാണ് ഹൈലൈറ്റ്. അതെ അതെ. പക്ഷെ എന്നാലും ശരിക്കും നമ്മളിപ്പോ എന്ത് സംസാരിക്കാനാ? കല്യാണത്തിന്റെ ശേഷം ഇങ്ങനെ ചോദിച്ചാ തീർന്നിട്ടാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങനെ തുടങ്ങാം. ശരി ശരി, എന്നാ നമുക്ക് കോംപ്രമൈസ് ആക്കാം. ഇന്ന് ഞാൻ ബ്യൂട്ടി പാർലറിലേക്ക് ഇറങ്ങുന്നുണ്ട്. നേച്ചേഴ്സ് നമ്മുടെ പത്തോടിയുള്ളേ. അങ്ങോട്ടേക്ക് വന്നാ മതി. ഹേ ഇപ്പൊ തന്നെ ഇറങ്ങണ്ട, ഞാൻ ഇറങ്ങുമ്പോ വിളിക്കാം. അല്ല നിങ്ങള് വിളിക്കുമ്പോ ഞാൻ ഇറങ്ങിട്ട് അങ്ങനെ വേണ്ടല്ലേ? ആ ഓക്കെ ഓക്കെ ശരി. കുട്ടികളാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എന്നാ വലിയതായി. ആമി ആ പൈപ്പ് അന്റെ കൂടെ MES പഠിച്ച ജവഹറിനെ ഓർമ്മ എനിക്ക്? ജവഹർ പാട്ടുകാരനല്ലേ? ആ ഓൻ തന്നെ. ഓ എന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞിരുന്നു. ഓ നാട്ടിലുണ്ടോ? ഓ അവിടെ ഉണ്ട്. എന്നാ അവനോട് കല്യാണത്തിന് വരാൻ പറയുന്നില്ല എനിക്ക്? ആ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അമീൻ കാണണം തന്നെയാ പറയണ്. നമ്മള് ബ്യൂട്ടി പാർലറിലേക്ക് പോകുമ്പോ ഈ വരുന്നില്ല? പിന്നല്ലാണ്ട് ബത്തു ബാബിനോട് പറയണോ? മാണ്ടല്ലേ? എല്ലാവരുടെയും അപ്രിസിയേഷൻ കിട്ടിയതല്ലേ നിങ്ങളെ ഒന്ന് ചോദിക്കുക. സംഭവം വർക്കാവും. എന്നിട്ട് ഞാൻ ഇവന്റെ മുമ്പിൽ തല കുനിക്കണം. നമുക്ക് സമീറിനോട് സമീർ ഖാനോടോ? എന്ത് സമീർ ഖാനോട്? എനിക്കോനാരാ? അല്ല അപ്പൊ കോൺസിക്വൻസസ് ഭീകരമായിരിക്കും. സെമിയ അതെന്തായാലും നാളെ ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. സെമിയ വിളിക്കാം ആളപ്പാ. നമ്മളെ ഇച്ചറിഞ്ഞല്ലേ? ഭയങ്കര അഭിപ്രായം എല്ലാവർക്കും. ഉഷാറായിക്കണേലാപ്പാ. കൺഗ്രാറ്റ്സ്. ആയിക്കോട്ടെ. അല്ല അപ്പൊ സെമിക നാളത്തെ കാര്യം എങ്ങനെയാന്ന്? നാളെ ഇപ്പൊ എന്താണ്? അല്ല എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടേ. എന്റെ ഡിഷ് കൂടി വേണമെന്ന് ഈ ഒന്നതാ അമ്പായത്തോട് പറഞ്ഞാട്ടാ. എളാപ്പ സുബ്രുവേ ഈഗോയിസ്റ്റിക് ആണ്, ഈ പെർഫെക്ഷനിസ്റ്റ്. അപ്പൊ തലേന്ന് പോയിട്ട് ഓനോട് പുതിയ ഡിഷ് എന്നൊക്കെ പറഞ്ഞാല് ഹാലളകും. അത് നടക്കൂല എളാപ്പ. സുബ്രു ഭയങ്കര ഈഗോ ആണോപ്പാ. ഞാൻ അടുത്ത് പറഞ്ഞല്ലേ? എപ്പം പറഞ്ഞു? ഞാൻ പറഞ്ഞിരുന്നു. കുഴപ്പമില്ല. ഈ വേദനയുള്ള നേരത്തെ പറഞ്ഞില്ലല്ലോ. ഇല്ല അതിപ്പം കുറച്ചു നേരമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. കാലൊന്ന് പൊന്തിച്ചാണി. ചെരുപ്പില്ലാതെ കവറങ്ങ പോയാ കല്ലല്ല കുത്തുക, പാമ്പാ കുത്തുക. ഓരോരോ സെന്റിമെന്റ്സ് ആയിട്ട് നടന്നോളി. വേദനണ്ടാ? പെയിൻ കില്ലർ ഒന്നും പിന്നെ പറ്റൂലല്ലോ. ഇതൊരു സുഖമുള്ള വേദനയാണ്. വേദനയ്ക്ക് സുഖമുണ്ട്. പണ്ട് ഫുട്ബോൾ കളിച്ചിരുന്ന സമയത്ത്
ദിവസേന 4-5 ഉണ്ടാവും കാലിലറിയോ. ആ അമ്പായർ സുബ്രു നിങ്ങളെ പരിചയക്കാരനല്ലേ? എന്താ? അല്ല, അയാൾ അവിടെ ഇരുന്ന് തള്ളണുണ്ടേ. ജ്വല്ലറി ബോക്സ്. ആഹാ, നല്ല രസമുണ്ടല്ലോ. 2 വാങ്ങായിരുന്നു. എന്റെ ബെത്തുബാബി, നിങ്ങൾ എനിക്ക് വാങ്ങിയ വാച്ച് ദുബായിൽ വെച്ച് മറന്നില്ലേ? ഫ്ലാറ്റിലുണ്ട്. മമ്പറത്തെ തങ്ങളാണ് സത്യം. ദുബായിലുണ്ട്. ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ ഇതൊന്ന് ആലക്കൊണ്ടേ കൊടുക്കി. നിങ്ങളെ പങ്ങളല്ലേ, നിങ്ങൾക്ക് കൊടുത്താ എന്താ? എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ കുറെ ആലോചിച്ചു. ഞാൻ ഓളെ ഇക്കാക്കയാണ്. ഓക്ക് വേണ്ടി ചെയ്തതിൽ ചിലപ്പോൾ ചിലത് കൂടി പോയിട്ടുണ്ടാവും. പട്ടണൊക്കെ ഞാൻ തിരുത്തണുണ്ട്. അപ്പൊ നിങ്ങളിത് കൊണ്ടേ കൊടുക്കും. അല്ല കത്തിച്ചാത്ത, നിങ്ങളിപ്പോ ആരായിട്ടാണ് കളിക്കണേ? ഞാൻ മിണ്ടായിരിക്കും സുലേഖ, അല്ലെങ്കിൽ തന്നെ നിന്റെ വർത്താനം കൊണ്ട് എന്റെ 2 കരു പോയിട്ടാ ഞാൻ ഇവിടെ ഇരിക്കണേ. നിങ്ങൾ തിരക്കില്ല? ആ, കത്തിച്ചാത്ത നല്ല തിരക്കില്ല. സുലു, എന്നോട് ഞാൻ പറഞ്ഞേ. ഇതേ സമീക്ക ഹാലക്ക് കൊടുക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാ. നിങ്ങളൊന്ന് കൊടുക്കി. അതെന്താ ഓന് കൊടുത്താല്? ഞാൻ പറഞ്ഞു. അപ്പൊ ഉമ്മ കൊടുത്തോളൂന്നാ പറയണ. മോള് കൊടുത്ത ചെല്ലി. അതിപ്പോ മോള് കൊടുത്താലും സെമി കൊടുത്താലും ഒരുപോലെ തന്നെ മതി. കൊണ്ടുകൊടുത്തോ. കുട്ടികളെല്ലാം കച്ചറയാക്കിയല്ലേ? ആഹാ, സാരില്ല, വരിയിരിക്കി. മണിയാറയുടെ പണി ഇപ്പൊ തന്നെ തുടങ്ങിയ? ആഹാ, ഇത് അടിപൊളിയാണല്ലോ. താങ്ക് യു. എന്റെ വകയല്ല, സമീകാക്കാന്റെ. ഉമ്മ മൂപ്പർ കൊടുത്താളാ. ഒരു ഉമ്മല്ലേ, അത് നിങ്ങളതിന് കൊടുത്താൽ. ഹാല കൊടുക്കണതാവും മൂപ്പർക്ക് ഇഷ്ടം. അനക്കൊന്ന് മുണ്ടിക്കൂടെ? ഞാൻ മുണ്ടുന്നുണ്ടല്ലോ.